ഒരു പ്രതികരണം വന്നത് ഇന്നലെ ന്യൂസ് 18-ന്റെ പ്രൈം ഡിബേറ്റ് ചർച്ചയിലായിരുന്നു. നമുക്കറിയാം, കെ.സി. വേണുഗോപാൽ പക്ഷം ചാനൽ ചർച്ചകളിൽ ഇത്തരം വിമർശനങ്ങൾ പരസ്യമായി ഉന്നയിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആക്ഷേപം ഉന്നയിച്ച കെ.സി. പക്ഷ യുവനേതാക്കളെ ചാനൽ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കണമെന്ന സതീശൻ വിഭാഗത്തിൻ്റെ ആവശ്യം പുതിയ പൊട്ടിത്തെറിക്ക് കാരണമായ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഈ ആവശ്യം ഉന്നയിച്ചവരെ നീക്കണമെന്ന നീക്കവുമായി കെ.സി. വേണുഗോപാൽ വിഭാഗം രംഗത്തെത്തിയതും നമ്മൾ കണ്ടു. അത്തരം ചില പ്രതികരണങ്ങളിലേക്കൊന്ന് പോകാം. താങ്കൾ ഏതെങ്കിലും വിമർശനം ഉന്നയിച്ചിട്ട് നാളെ എനിക്ക് കാണണം എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് അനുമതി കിട്ടില്ല. അതാണിപ്പോൾ കാണുന്നത്. ഞാൻ ഉറപ്പിച്ച് പറയാം, കിട്ടില്ല. PM നിയാസിന് കിട്ടിയില്ല, അലോഷ്യസ് സേവകന് കിട്ടിയില്ല, GV ഹരിക്കും കിട്ടുകയില്ല. GV ഹരി കെ.സി. പക്ഷമാണ്. ശരി, ഒറ്റ മിനിറ്റ്. എനിക്ക് എന്റേതായ പക്ഷങ്ങളൊക്കെ ഉണ്ട്. ഞാനിവിടെ തുറന്നു പറഞ്ഞ ആളല്ലേ, അതിനകത്ത് എന്താ സംശയമുള്ളത്? അതല്ല, ഞാനിവിടെ വന്നിരിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു പക്ഷം മാത്രമല്ല. അത് ഏത് കാര്യത്തിലാണ്? ആ ഒരു വിഷയത്തിൽ എന്റെ പക്ഷം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വിഷയം കഴിഞ്ഞു. അത് ശ്രീ കെ.സി. വേണുഗോപാൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമതൊരു വിഷയം ഇവിടെ മഞ്ജുഷ പറഞ്ഞത്, നാളത്തെ മുഖ്യമന്ത്രി നമുക്കറിയാവുന്ന ഉമ്മൻചാണ്ടി സാറുമായി ബന്ധപ്പെട്ട അനുസ്മരണ ചടങ്ങിലാണ്. നോക്കൂ, അത് ആരാണ് പറഞ്ഞിരുന്നത്? മുഖ്യമന്ത്രിയേക്കാൾ മുകളിലുള്ള ഒരാളെയാണ് വിളിച്ചിരിക്കുന്നത്. ആരാണ് അദ്ദേഹം? ഈ ഞങ്ങളുടെ പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. ഈ രാജ്യത്ത് പാർട്ടിയെ നയിക്കുന്ന ആളാണ്. അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന്റെ പടയെ വെക്കുള്ളൂ. എത്രയോ മുഖ്യമന്ത്രിമാരുണ്ടെന്നേ, അവരൊക്കെ അദ്ദേഹത്തിന്റെ താഴെയാണ്, ഒരു സംശയമില്ല ആ കാര്യത്തിൽ. അദ്ദേഹത്തെ കാണാൻ എത്രയോ മുഖ്യമന്ത്രിമാർ വരുന്നു. എല്ലാ സംസ്ഥാനത്തെയും മുഖ്യമന്ത്രിമാർ മുഖ്യമന്ത്രി മാത്രമല്ല, ഇന്ത്യയിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരെല്ലാം അങ്ങനെ തന്നെയാണ്. അതിനകത്ത് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അത് ഒരു പരിപാടി സംശയം എന്താ? നിങ്ങൾ എഴുതി വെച്ചു, അതിനെ ഇപ്പൊ അടിവരയിട്ടോ, ഒരു സംശയ കാര്യത്തിൽ വേണ്ട. ഞങ്ങൾക്ക് എന്തെങ്കിലും സംഘടനാപരമായി പ്രവർത്തിക്കുന്ന KPCCയുടെ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതിനകത്ത് സംശയം വല്ലതും ഉണ്ടോ? അതിനകത്ത് ആ സ്ഥാനം, അദ്ദേഹത്തിന്റെ സ്ഥാനം ഇപ്പോൾ അലങ്കരിക്കുന്ന സ്ഥാനം അതാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ആ പരിപാടിയിൽ വിളിച്ചു. ഇനി അത് പുതുപ്പള്ളിയിലെ പരിപാടിയാണ്. നാളെ KPCC ഔദ്യോഗിക പരിപാടിയുണ്ട്. ആ KPCC ഔദ്യോഗിക പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുത്തേക്കാം. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയ്ക്ക് മുന്നിൽ നടക്കുന്ന പരിപാടി ന്യൂസ് 18 ചാനലിനകത്ത് ഈ ചാനലിന്റെ CEO ഒരു പരിപാടിക്ക് വരുന്നാൽ മഞ്ജുഷിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കും. അപ്പൊ ഇവിടെ നിങ്ങളുടെ പാർട്ടിയുടെ CEO ആണ് അദ്ദേഹം. അങ്ങനെയാണ്, ആ തരത്തിൽ തന്നെ കണ്ടാൽ മതി, ഒരു സംശയമില്ല കാര്യത്തിൽ. അപ്പൊ അദ്ദേഹത്തെയാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി പ്രോട്ടോകോൾ അതാണ്. ആ പ്രോട്ടോകോൾ എന്ത് പ്രോട്ടോകോൾ? എനിക്ക് മനസ്സിലായില്ലോ. ഒരു പ്രോട്ടോകോളും വേണുഗോപാൽ എനിക്കറിയില്ല. ജേക്കബ് ജോർജ്, താങ്കൾ പാർട്ടിയുടെ പ്രോട്ടോകോളിൽ അദ്ദേഹം തന്നെയാണ് ഒന്നാം സ്ഥാനത്തുള്ള ആൾ. ഒരു സംശയം വേണ്ട. മല്ലികാർജ്ജുന ഖാർഗെയും ശ്രീ ഉമ്മൻചാണ്ടി, ശ്രീ രാഹുൽ ഗാന്ധിയും കഴിഞ്ഞാൽ മൂന്നാമനായി തന്നെ ഒരു സംശയം വേണ്ട. അദ്ദേഹത്തിന്റെ സ്ഥാനം ഒന്നുകൂടി ഞാൻ ഉറപ്പിച്ച് പറയാം, AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. സ്വാഭാവികമായി അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തെ കൊണ്ട് തന്നെ, അത് മുഖ്യമന്ത്രി അടക്കം പറയും, അദ്ദേഹത്തെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നു. അതിനകത്ത് ഒരു സംശയം വേണ്ട. GV ഹരി കെ.സി. പക്ഷത്തിന്റെ ഉറച്ച നേതാവാണ്. ഇന്നലെ പ്രൈം ഡിബേറ്റിൽ മഞ്ജുഷിനോട് പ്രതികരിച്ചത്. സമാനമായി തന്നെ സതീഷിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന നേതാവാണ് ജിൻഡോ ജോൺ. ഇന്നലെ തൻ്റെ വിമർശനത്തിൽ ചില വിശദീകരണങ്ങൾ നൽകിയിരുന്നു. തൻ്റെ വിമർശനം ആശയപരമാണെന്നും വ്യക്തിപരമല്ല എന്നുമാണ് ജിൻഡോ ജോൺ പറയുന്നത്. അത് തുടരും. VD സതീശനെതിരെ ഒളിയമ്പും ജിൻഡോയുടെ ഭാഗത്തു നിന്നുണ്ടായി. വിമർശനങ്ങൾക്കെതിരെ നടപടിയുണ്ടെങ്കിൽ അത് മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കണമെന്നായിരുന്നു ജിൻഡോയുടെ വാക്കുകൾ. തന്നെ ഒഴിവാക്കണമെന്ന് ആരെങ്കിലും കത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ആ വിവരം മാധ്യമങ്ങൾക്ക് എത്തിച്ചവരും കുറ്റക്കാരാണെന്നും ജിൻഡോ പറഞ്ഞു. അങ്ങനെ ഒരു കത്തുണ്ടെങ്കിൽ ആ കത്ത് കൊടുത്തയാളോ വാങ്ങിയയാളോ പറയാതെ മാധ്യമങ്ങളിൽ വാർത്തയാകില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊരു സംഘടനാപരമായ ഒരു നടപടിക്രമം പാലിക്കാതെയുള്ള ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ അതും പരിശോധിക്കപ്പെടണം. ഇത്തരം വ്യത്യസ്തമായ അഭിപ്രായം പറയുന്നതിന്റെ പേരിൽ സംഘടനാ നടപടി നേരിടാനാണെങ്കിൽ ആർക്കൊക്കെ എതിരെ എടുക്കും, ആർക്കൊക്കെ എതിരെ പരാതി കൊടുക്കും, എത്ര കാലം മുമ്പ് വരെയുള്ള മുൻകാല പ്രാബല്യത്തോടെ നടപടിയെടുക്കും, പരാതി കൊടുക്കും, ആ ചോദ്യം കൂടി ഇവിടെ അവശേഷിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ കുറേ കാലം മുമ്പ് ശരിയെന്ന് വിചാരിക്കുകയും സ്വതന്ത്ര രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാൻ ആർജവമുള്ള ചെറുപ്പക്കാരായി വളർന്നു വരണമെന്ന് ഞങ്ങളോട് ഉപദേശിച്ച ആളുകൾ അത്തരത്തിലൊരു പരാതിയുടെ പേരിൽ നടപടിയെടുക്കുകയാണെങ്കിൽ മുൻകാല പ്രാബല്യത്തോടെ നടപടിയെടുക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ മാത്രം തെറ്റുകാരായി പോകുമല്ലോ, അത് ശരിയല്ല. വ്യക്തിപരമായി ഞാനോ അല്ലെങ്കിൽ മറ്റൊരാളോ തമ്മിലുള്ള തർക്കമല്ലല്ലോ ഇത്. വ്യക്തിപരമായ ഏതെങ്കിലും അതിർത്തി തർക്കമോ അത്തരത്തിലുള്ള പിണക്കങ്ങളോ ഒന്നുമല്ല. ഇത് ആശയപരമായി നമുക്കുള്ള ചില സന്ദേഹങ്ങളാണ്.
അക്കാര്യത്തിൽ ചോദിക്കുമ്പോൾ അത് വ്യക്തിപരമല്ല. ഇതേ മുഖ്യമന്ത്രിക്ക് അനുകൂലമായി ഞാൻ എഴുതിയ പോസ്റ്റ് എത്രയുണ്ടെന്ന് നിങ്ങൾ എൻ്റെ പേജ് പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അനുകൂലവും പ്രതികൂലമായിട്ട് പറയും. പ്രതികൂലമായിട്ട് പറയുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ശ്രദ്ധിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കുഴപ്പം. ശ്രീത്ത്, ഇപ്പോൾ ഈ പ്രതികരിച്ച പലരും നമുക്കറിയാം ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തവരോ അല്ലെങ്കിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെയോ നിലപാടുകൾ നടപടികളാകാം. പക്ഷേ വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ എ പി അനിൽകുമാർ മന്ത്രി ശക്തമായ പിന്തുണയുമായി രംഗത്ത് വന്നു സതീശന്. ഒപ്പം ടി സിദ്ദിഖ് പ്രതികരിച്ചപ്പോഴും സമാനമായ തരത്തിൽ തന്നെയായിരുന്നു കാര്യങ്ങൾ. അത്തരത്തിൽ വലിയൊരു വിഭാഗം കോൺഗ്രസിലെ ഒരു മെയിൻ സ്ട്രീം സതീശിനൊപ്പം ഉണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. രഞ്ജിത്ത്, സ്വാഭാവികമായും സർക്കാരിനൊപ്പം നിൽക്കുന്നവർ അല്ലെങ്കിൽ മന്ത്രിമാരായിട്ടുള്ളവർ വി.ഡി. സതീശനൊപ്പവും അതിന് പുറത്ത് നിൽക്കുന്നവർ അതല്ലാതെയും വരുന്നു. ഇപ്പൊ കെ.സി. വേണുഗോപാലിന്റെ കാര്യമെടുത്താൽ അതിന് പുറത്തേക്ക് പോയ ആളാണ്. നമുക്കറിയാം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുകയും ആ സ്ഥാനത്ത് നിന്ന് പാർട്ടിയുടെ ദേശീയ നേതൃത്വം തന്നെ ഫലത്തിൽ ഒഴിവാക്കുകയും ചെയ്തൊരു നേതാവാണ് കെ.സി. വേണുഗോപാൽ. പക്ഷെ അദ്ദേഹം ഇപ്പോഴും ആ കോൺഗ്രസ് സംഘടനയിൽ നേരത്തെ ജി.വി. ഹരിയൊക്കെ ചൂണ്ടിക്കാണിച്ച പോലെ അതിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ്. ഇതുവരെ മാറ്റമൊന്നും സംഭവിച്ചിട്ടുള്ള ഒരാളല്ല. അങ്ങനെ സംഘടനാപരമായി നിൽക്കുന്ന ഒരാൾ ഇപ്പോൾ സംഘടനയും സർക്കാരും പാർട്ടിയും സർക്കാരും തമ്മിലൊരു ഫൈറ്റിലേക്ക് ഫലത്തിൽ മാറുന്ന നിലയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അത് കേവലം എം.എൽ.എ. സ്ഥാനമോ മത്സരിക്കാൻ അംഗത്വമോ കിട്ടാത്തവർ മാത്രമല്ല, എം.എൽ.എമാരിലും അവഗണിക്കപ്പെടുന്ന പലരുമുണ്ട്. വ്യത്യസ്ത അഭിപ്രായമുള്ളവരുണ്ട്. പല ഗ്രൂപ്പിന്റെ ഭാഗമായവരുണ്ട്. നമുക്ക് രഞ്ജിത്ത് ആകെ ഇതിൽ വായിക്കാൻ കഴിയുന്നത് കോൺഗ്രസിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ശക്തമാകുന്നു. അത് സർക്കാർ പാർട്ടി പോര് എന്ന നിലയിലേക്ക് രൂപപ്പെട്ടു വരുന്നതിന്റെ കാഴ്ചകളും പ്രതികരണങ്ങളുമാണ് ഫലത്തിൽ ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായും കോൺഗ്രസിന്റെ രാഷ്ട്രീയം മറ്റൊരു തലത്തിലേക്ക് പോകുന്നു. പാർട്ടിക്കാർ പലരും പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, അതായത് കോൺഗ്രസും പാർട്ടിയിലുള്ള പല നേതാക്കളും സതീശനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വരുന്ന അസാധാരണമായ സാഹചര്യത്തിലേക്ക്, നമുക്കറിയാം സതീശൻ സർക്കാർ അധികാരത്തിലേറ്റിട്ട് 2 മാസം കഴിയുന്നതേ ഉള്ളൂ. ഇതിനിടയിലാണ് ഇത്തരത്തിലുള്ള അസാധാരണമായ പ്രതിസന്ധി അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഒരുപക്ഷെ പ്രതിപക്ഷത്തെക്കാൾ മൂർച്ചയുള്ള വാക്കുകളും പ്രവർത്തികളും കൊണ്ട് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ എതിർപ്പ് വി.ഡിക്കെതിരെ ഉയരുന്നു എന്നുള്ളതാണ് പ്രധാനം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.